ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു സംഭവം, ഇന്ന് ഞാൻ എന്താ പറയുക, ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 6 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സവാളയും, ഇത് സവാളയാണ്, ഒരു സവാളയും. ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി ഇതുപോലെയാണ് ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി. നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളി പോലെ അല്ല. ഇവിടെ ഏകദേശം ഒരു സവാളയുടെ അത്രയും വലിപ്പമുണ്ട്. കണ്ടോ, സവാളയുടെ അത്രയും വലിപ്പമുണ്ട്. ഏകദേശം എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ഇത്രയുണ്ട് ഇവിടുത്തെ ചെറിയ ഉള്ളി. ഇത്രയല്ല, കുറച്ചും കൂടെ വലുതാണ്. ഇത് ഒരു പാർട്ടായിട്ട് ഒരു വേറൊരു ഇത് എന്താ പറയുക, ഇതിലിങ്ങനെ ഒരു പാർട്ട് കൊണ്ടുണ്ടായിരുന്നു. അതിനെ ഇളക്കി മാറിയപ്പോൾ ഇത്രയുണ്ട് ഏകദേശം. ഇനി ഇതും കൂടി അരിഞ്ഞ് ഇതുപോലെ ഇടും. ഇതിൽ സവോള ഇതാണ് സവോള, കണ്ടോ, ഇതാണ് സവോള. ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 6 ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഞാനങ്ങനെ നമ്മുടെ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഏകദേശം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടായിട്ട് അതിൽ നമ്മുടെ ഇത് വെളിച്ചെണ്ണയല്ല, ഇത് വെജിറ്റബിൾ ഓയിലാണ്. വെളിച്ചെണ്ണ ഇവിടെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം പാറക്കല്ല് പോലെ ആകും, മീൻസ് കട്ടിയായി പോവും. അപ്പം ഇവിടെ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം കുറച്ച് ഓയിൽ ഒഴിക്കണം, കാരണം ഇത്രയും സംഭവങ്ങൾ വെന്ത് വരണ്ടേ. വേറെ വലുതായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫ്രൈ ഒരു തീയലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീയൽ മീൻസ് നല്ല ഒരുപാട് വെള്ളം ചേരാതെ നമ്മുടെ ഒരു പ്രത്യേക രീതിയിലിരിക്കില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങളോട് തയ്യാറാക്കാനുണ്ട്, ഇപ്പോൾ വരാം. ഇതിന് ഞാൻ എടുക്കുന്നത് ഇത്ര പുളിയാണ് കേട്ടോ. ഇത് പുളിയാണ്. ഇത് ഏകദേശം നമ്മളിത് ഉരുട്ടുമ്പോഴത്തേക്കും ഏകദേശം ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് എടുക്കേണ്ടത്. ഒരുപാട് എടുത്ത് കളയരുത്, ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നല്ല പുളിപ്പാവും. ഇത്ര മതി. ഓക്കെ, ഈ സാധനം എന്താണെന്നറിയാമോ ആർക്കെങ്കിലും? ഇതുള്ളത് കൊണ്ട് ശരിക്കും തീയൽ നല്ല അസാധ്യ ടേസ്റ്റ് ആകും. ഇതുണ്ടോ, ശരിക്കും ഇത് കരിപ്പെട്ടിയോ ശർക്കരയോ ഒന്നും അല്ല. ഇത് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തേങ്ങ വറുത്ത് അരച്ച് ഇതുപോലെ ആക്കി തന്നു. ഏകദേശം ഒരു 2-3 ഉണ്ടയുണ്ട്. അതിൽ ഏകദേശം ഇത് തീരാറായി, ഞങ്ങളെടുത്തു. ഇത് ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ, 2-3 ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണേ. 3 ടേബിൾ സ്പൂണോളം ഇത് ചുരണ്ടി മിക്സ് ചെയ്യണം. അപ്പം ഞാനിത് സെറ്റാക്കിയിട്ട് പോരാം. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക, ഇതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് ഇങ്ങനെ പൊട്ടും, ടക്ക് 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 പൊട്ടും. പൊട്ടുന്ന സമയത്ത് എന്താ ചെയ്യുക നോക്കണേ, ഓരോന്നായിട്ട് പൊട്ടൊക്കെ തുടങ്ങും. എൻ്റെ കണ്ണിൽ പൊട്ടിത്തെറിക്കാതെ മതി. പൊട്ടുന്നുണ്ട്. പൊട്ടുന്ന സമയത്തിന് നമുക്ക് കറുവപ്പട്ട, 2 ഗ്രാമ്പു, പെരുംജീരകം ഇതെല്ലാം കൂടെ തട്ടിക്കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് അത് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറയ്ക്കുക, 3-ലാക്കുക. 3-ലോ കുറയ്ക്കുക, മാക്സിമം കുറയ്ക്കുക, കാരണം അല്ലെന്നുണ്ടെങ്കിൽ കരിയും. ഇതൊന്ന് സെറ്റാക്കണം. ഒന്ന് ബ്രൗൺ കളർ, ആ ഓയിൽ ബ്രൗൺ കളർ ആകും. അതിനകത്തിരുന്ന് എല്ലാം ഇതിൻ്റെ ഈ കറുവപ്പട്ടയുടെയും ഈ പെരുംജീരകത്തിൻ്റെയും, പെരുംജീരകം ഉണ്ടല്ലോ അതിൻ്റെതും ഈ കടുവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓയിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എന്തിടാം, ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇടാം. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി
നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. അതായത് ഇത് ഇപ്പോൾ ഒരു സിലിക്കോൺ പോലത്തെ സംഭവമാണ്. ഇത് നമ്മുടെ എന്താ പറയുക ഇതിലേക്ക്, അതായത് പൊട്ടറ്റോയിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ താഴ്ന്നു പോകണം. ആ രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പാടായിരിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കറുവപ്പട്ടയും പെരുംജീരകവും ചേർക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഏലക്ക, ഒരു ഗ്രാമ്പൂ ഇട്ട് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഏലക്ക കൂടുതലും എനിക്കിഷ്ടമാണ് ഏലക്ക. പക്ഷേ എനിക്ക് ഏലക്ക ചായയുടെ കൂടെ ഇടുന്നതും പായസത്തിലിടുന്നതും ഒക്കെയാണ് ഇഷ്ടം. കൂടുതലും സ്വീറ്റ് ഐറ്റംസിൽ ഏലക്ക ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ എന്താ പറയുക, എരിവുള്ളതിൽ അല്ലെങ്കിൽ ഉപ്പുള്ളതിൽ ഏലക്ക ഇടുന്നത് ഒരേ ഒരു ഐറ്റംസിന് മാത്രമാണ് എനിക്കിഷ്ടം. അത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ബിരിയാണി. ഈ ബിരിയാണിയിൽ ഏലക്ക ഇടുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഒന്നിനും ഏലക്ക ഇടുന്നതിനോട് താല്പര്യമില്ല. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ ഏലക്ക ഇടും. പക്ഷേ എനിക്ക് ഏലക്കയെക്കാളും ഇഷ്ടം മറ്റേ കറുവപ്പട്ടയും ഗ്രാമ്പും. കറുവപ്പട്ട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷേ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടിടുമ്പോൾ. ഇതൊന്ന് വഴറ്റി നല്ല സെറ്റ്, അത് ഒരുപാട് ഇളകി കുഴയ്ക്കരുത്, ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെയ്യുക. കാരണം വെന്ത് വരുമ്പോൾ നമ്മൾ ഇത്രയും ഇളക്ക് പാടില്ല കേട്ടോ. ഇതൊന്ന് സെറ്റായതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടാം. ചിലർ ഉപ്പ് ലാസ്റ്റ് ആയിരിക്കും ഇടുന്നത്, പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഫ്ലെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിടുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. ഒരുപാട് തട്ടരുത് കേട്ടോ. നമുക്കറിയാമല്ലോ, ഒരു ആവശ്യത്തിന് ആവറേജ് ടൈപ്പ് മാത്രമേ ഇടാവൂ. പിന്നെ നമുക്ക് ഉപ്പ് കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ ഒരുപാട് ഉപ്പിടരുത്. നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ ഒരു ലിമിറ്റിൽ മാത്രമേ ഉപ്പിടാവൂ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേരുവയെല്ലാം ചേർത്ത് ഉപ്പിടുന്ന സമയത്ത് ഭയങ്കര ഉപ്പായിരിക്കും. ഉപ്പും എണ്ണയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു എത്രയല്ല ഒരു 4 3 ഇട്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനകത്ത്, ഒരു 7 മിനിറ്റ് 8 മിനിറ്റിനകത്ത്. അപ്പോൾ ഒന്ന് റെഡിയാവും. ബാക്കി അതിനുശേഷം അടുത്ത ചേരുവകൾ ചേർക്കണം. അത് ഞാൻ പറയാം, വെയിറ്റ് ആൻഡ് സീ. നമ്മളിപ്പോൾ ഇത് വെച്ചിരിക്കുകയല്ലേ, ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ അരച്ച് നന്നായിട്ട് വറുത്ത് പേസ്റ്റാക്കിയ സംഭവം, അത് ഞാൻ ചുരണ്ടി ഏകദേശം ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നല്ലതുപോലെ തിളച്ച വെള്ളം, ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം ഒഴിക്കുക. ഒരുപാട് ഒഴിക്കരുത്. ഒഴിച്ചതിന് ശേഷം അതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ പറഞ്ഞ സംഭവമായി. അതായത് സാധാരണ അമ്മമാർ തേങ്ങ വറുത്ത് അരക്കില്ലേ, പൊടിച്ച് മിക്സിയിൽ അടിച്ച് എടുക്കുന്ന ആ അരപ്പായി കഴിഞ്ഞു. കണ്ടോ, ആ അരപ്പായി. അതുകൊണ്ട് നമ്മൾ ആ അരപ്പ് ഇതാകാൻ വേണ്ടിയാണ് നല്ല ചൂട് വെള്ളത്തിൽ ഒഴിക്കണമെന്ന് പറഞ്ഞത്. അതാകുമ്പോഴത്തേക്കും ഇതിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതല്ലേ, അപ്പോൾ ഇതിൽ എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ പോലെ സംഭവം ഇങ്ങനെ കിനിഞ്ഞ് വരും. അപ്പോൾ ആ സംഭവം ഈ വാം വാട്ടറിൽ അതൊന്ന് മെൽറ്റായി അത് എല്ലാം കൂടെ കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് ഒരു അനുപാതത്തിൽ എല്ലാം മിക്സായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ എടുത്ത ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത പുളിയില്ലേ, ആ പുളിതാ ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് ആ ഉണ്ട പോലെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നില്ല, അത് ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഇതാക്കുക. മീൻസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതുപോലെ ഈ കളറാവും വെള്ളത്തിന്.
അപ്പം കുറേ ഏകദേശം എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്രയും ടൈം ആകുമ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്ന എന്താ പറയുക പുളിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ അതങ്ങ് മാറ്റാം. അതങ്ങ് മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഉപയോഗിക്കാം. അപ്പം അതിനകത്ത് ഈ വെള്ളത്തിൽ പുളി കറക്റ്റായിട്ട് പിടിച്ചെല്ലാം സെറ്റായിരിക്കും. ഞാൻ പിന്നെ നേരത്തെ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ആ മറന്നു പോയത് മറ്റൊന്നുമല്ല, എന്താ പറയുക, ഇതാണ് പച്ചമുളക്. ഈ പച്ചമുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏകദേശം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഈ ഒരെണ്ണം ഇടുമ്പോൾ തന്നെ നല്ല എരിവാണ്. ഇതിലേക്ക് ഞാൻ ചേർത്തത് ഏകദേശം 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെന്താ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും മാത്രം ചേർത്തു. ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നിങ്ങൾ എന്താ പറയുക, ഇത് ചേർത്തതിന് ശേഷം ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. ഉപ്പിടരുത്. ഉപ്പ് ഞാൻ പറയുമ്പോൾ മാത്രം ഇടുക. നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. മണത്തിൽ കാര്യമില്ലല്ലോ. പക്ഷേ ഈ കറിയുടെ കാര്യത്തിൽ മണത്തിലും കാര്യമുണ്ട് കേട്ടോ. കാരണം മണം നല്ല ഒരു പ്രത്യേക രീതിയിലുള്ള മണമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ മണം സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് പാടാ. നമ്മുടെ ഈ കറി മസാലയുടെയും ഇത്തരത്തിലുള്ള മണമൊക്കെ ഇവിടെ പാടാണ് കേട്ടോ. അത് ഇവിടെ മാക്സിമം നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഉണ്ടാക്കണ്ടേ, ഫുഡ് കഴിച്ചാലേ പറ്റും. ഒരുപാട് ഇളക്കരുത് കേട്ടോ. ഒരു ആവറേജ് രീതിയിലങ്ങ് ഇളക്കിയാൽ മതി. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇതങ്ങ് പോകും. അതാണ് പ്രശ്നം. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവം, ഇവനാണ് ശരിക്കും വീരൻ. ഇവനെ അങ്ങോട്ട് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവും. വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് തീ കൂട്ടി വയ്ക്കുക, 8-ലൊക്കെ വയ്ക്കുക. എന്നിട്ട് ഇവനെയും കൂടെ ഇളക്കുക. കണ്ടോ, എന്താണ് ഈ ഉണ്ടാക്കുന്നത് എന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവൻ എന്താ ഈ ഉണ്ടാക്കണത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിലും അതൊക്കെ നോക്കി പലരും പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ എന്താ പറയുക, അതൊന്നും എനിക്കിത് പാടാ. എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം യൂട്യൂബിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ല. ഈ യൂട്യൂബ് കണ്ടുണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. അത് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കറി അതുപോലെ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നോർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് പറ്റുന്നത് പോലെ ഉണ്ടാക്കണം. അതാണല്ലോ ശരിക്കും കുക്കിംഗ്. നമ്മളുടെ ഇതെന്താണോ അതുപോലെ നമ്മൾ ഉണ്ടാക്കുക. അതാണ് ശരിക്കും കുക്കിംഗ്, അല്ലേ? കുക്കിംഗ്. അതെന്തെങ്കിലും കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പാടാ. അപ്പോൾ നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് അറിയാമോ? ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് എന്താ പറയുക, റെക്കോർഡ് കൊടുക്കുകയും ചെയ്തു. റെക്കോർഡ് കൊടുക്കേണ്ടത് പോസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കട്ട് ഓഫായി, കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് നമ്മളിപ്പോൾ 2 മിനിറ്റിന് മുന്നേ കുറച്ച് ഓയിൽ, അവിടെ വെളിച്ചെണ്ണയാകാം, എന്താ പറയുക, വെജിറ്റബിൾ ഓയിലാകാം, കുറച്ച് ഓയിൽ ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് അത് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം എടുക്കുക. അങ്ങനെ വേവിച്ചതാണ് ഇത്. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം എടുത്തിരിക്കുന്നു. തീയൽ റെഡി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എത്രത്തോളമാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം.
ശരിക്കും തുടക്കക്കാർക്ക് ഇതൊക്കെ ഒരു ഓസ്കാറാണ്. അത് എത്ര നിങ്ങളിപ്പം അതിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തരായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്, മാന്യമായ ടേസ്റ്റ്. എൻ്റെ തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് വീണ്ടും നിങ്ങൾക്കായി സമർപ്പിക്കുന്നതായിരിക്കും. ബൈ.